CPM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വത്തിലെ ചില വലിയ ആൾക്കാരൊക്കെ ഇരിക്കവേ ജില്ലാ കമ്മിറ്റി പറഞ്ഞു, നിങ്ങൾ SNDP-യുടെ മേലൊന്നും CPM കുതിര കയറണ്ട എന്ന് പറഞ്ഞു. അത് സംസ്ഥാന നേതൃത്വത്തിനോട് ജില്ലാ കമ്മിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, കീഴ്ഘടകം മേൽഘടകത്തോട്. അത് നമുക്കൊരു ചർച്ചയാവേണ്ട സംഗതിയല്ലേ? തീർച്ചയായിട്ടും അത് വലിയ ചർച്ചയാവേണ്ട സംഗതിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. കാരണം ഞാൻ കഴിഞ്ഞ തവണ ഈ SNDP-യുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. കാരണം SNDP-യിലേക്ക് ആളുകളെ പറഞ്ഞു വിട്ട് അവിടെ യോഗം വിളിക്കാനൊക്കെ തീരുമാനിച്ചാൽ ലാസ്റ്റ് അവരും കൂടി SNDP-കാരായി മാറും, പാർട്ടി ഇല്ലാതാവും എന്നുള്ളതാണ്. സത്യത്തിൽ ഇന്നിപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഏതാണ്ട് SNDP-ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. SNDP 3 കാര്യങ്ങളാണ് ഇന്നത്തെ ആ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യം. ഒന്ന്, വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അതിനെ ഒരിക്കലും വെല്ലുവിളിക്കാനോ നേരിടാനോ ഒന്നും തയ്യാറല്ല. CPM തയ്യാറല്ല. CPM-ന്റെ ന്യായമല്ല എന്നാണ് അതിനകത്ത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് SNDP പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനോ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഉദ്ദേശവും ഇല്ല. മൂന്നാമത് പറഞ്ഞേക്കുന്നത് ഒരു പാർട്ടി ലൈനാണ്. അതായത് പാർട്ടിയുടെ മതനിരപേക്ഷ മുഖത്തെ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടണം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളടക്കം സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ നയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ അയ്യപ്പദാസെ. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ആലപ്പുഴയിൽ സ്വാഭാവികമായിട്ട് ഈഴവ വോട്ടുകൾ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഈഴവ വോട്ടുകളിൽ വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ വെള്ളാപ്പള്ളിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, സ്വാധീനിക്കാൻ കഴിയുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ എക്സലാം ജയിച്ചിട്ടുള്ള അമ്പലപ്പുഴയിൽ ഏതാണ്ട് 21 ലക്ഷത്തിൽ 14 ലക്ഷവും 9 ലക്ഷവും ഈ വോട്ടാണ്, ഈഴവ വോട്ടാണ്. അപ്പൊ 9 ലക്ഷത്തി 60,000-ഓളം ഈ വോട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ജയിക്കണം. പിന്നെ PP ചിത്രഞ്ജൻ ജയിക്കണം. അതുപോലെ ആലപ്പുഴയിൽ ജയിക്കണമെങ്കിൽ ഈ വോട്ട് വളരെ നിർണായകമാണ്. പിന്നെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഈ തോമസ് ഐസക്ക് ആണ് ഈ കുതിര കയറണ്ടെന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞു. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഈ പറയുന്ന, അതായത് തോമസ് ഐസക് ഉണ്ടായിരുന്നു, സജി ചെറിയാൻ ഉണ്ടായിരുന്നു, CS സുജാത ഉണ്ടായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം. CS സുജാതൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് പറയാനോ, കാരണം ഇപ്പൊ അവിടുത്തെ രാജാവ് എന്ന് പറയുന്നത് സജി ചെറിയാനാണ്. പിന്നെ നമ്മുടെ നാസർ ഉണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റി, അത് സജി ചെറിയാന്റെ ഒരു വലം കൈയാണ്. അപ്പൊ ഇത്തരം പേരെ സജി ചെറിയാൻ ഇരുന്നപ്പോ പറഞ്ഞത് ഒരു വലിയ കാര്യം തന്നെയാണ്. സജി ചെറിയാൻ ഇരുന്നപ്പോ ഇത് സജി ചെറിയാൻ ഇരുന്നപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾക്ക് ഐസക്കിനെ ഒന്നും നോക്കാനൊന്നുമില്ല. കാരണം ഇത്ര പ്രായമായി, സ്വാഭാവികമായിട്ട് അദ്ദേഹം നേരത്തെ സൈഡിലിരുത്തി ഇനിയിപ്പോ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാവുന്നോ മന്ത്രിയാകാവുന്നൊന്നും പുള്ളി വിചാരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പുള്ളി പറഞ്ഞത് SNDP-യോട് നിങ്ങൾ കുതിര കയറാൻ തയ്യാറുണ്ട എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് ഈ പുള്ളിയാണ്. ഇനി ആലപ്പുഴയിലെ എല്ലാ നേതാക്കന്മാരും, ഇത് ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള G സുധാകരൻ അടക്കം തോമസ് ഐസക് അടക്കം ഉള്ള ആളുകളെല്ലാം അവരെല്ലാം ഈ നിലപാടിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യത്തിൽ CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന ഒരു കാര്യത്തിന് പോലും വേണ്ടത്ര ബാക്കിംഗ് ഒരു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോലും കിട്ടുന്നില്ല. പിന്തുണ പോലും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ദുർബലമായിട്ടുള്ള ഒരു പാർട്ടി സംവിധാനമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. എന്നിട്ട് പാർട്ടി ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മറ്റേ KP ജയകുമാറാണ്. ജയകുമാർ ആ റിപ്പോർട്ടിൽ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് മറ്റേ കൊടുക്കാനുള്ള സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ എത്ര പെട്ടെന്ന് കൊടുത്തു തീർക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ട പണിയെടുക്കും, അല്ലാതെ SNDP നേതൃത്വത്തിന്റെ കുതിര കയറണ്ട എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൽ എനിക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്തിരുന്ന ഹെഡിങ് ആണ്, അതായത് SNDP-യുടെ നെഞ്ചത്ത് കയറണ്ട എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്തത്. അത് തന്നെയാണ് സത്യത്തിൽ ഇപ്പൊ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ ആളുകൾ മൊത്തം സംസാരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് പോലും അറിയാം SNDP-ക്ക് അകത്ത് ഉള്ള മഹാഭൂരിപക്ഷ ആളുകള് സ്വാഭാവികമായിട്ട് CPM-ന്റെ അനുഭാവികളൊക്കെയാണ് അതിനകത്തുള്ളത്. പക്ഷെ അവരും വെള്ളാപ്പള്ളി നടേശനുമായൊരു ബലാബലം നോക്കുന്നതിലേക്ക് വന്നാൽ മിക്കവാറും ഇതിൽ എത്ര പേര്, പകുതി പേരെങ്കിലും പാർട്ടിയോടൊപ്പം നിൽക്കുക എന്നുള്ള സംശയം പാർട്ടിക്കുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു വിശ്വാസ്യത പാർട്ടിക്ക് നഷ്ടമായി. അനുഭാവികളാണ്, അല്ല പാർട്ടി മെമ്പർമാരുണ്ട്, അനുഭാവികളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അനുഭാവികളെ പാർട്ടി മെമ്പർമാർ ഇത്തരത്തിലുള്ള ഒരു ബലാബല പരീക്ഷണത്തിന് നിന്നാൽ സ്വാഭാവികമായിട്ട് ഒരു 20%, 10% ആളുകളെങ്കിലും വെള്ളാപ്പള്ളിയുടെ ഒപ്പം നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. കാരണം അത്ര ഒന്ന് CPM തന്നെ ഗവൺമെന്റ് തലത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴയിൽ തന്നെ പാർട്ടി ഏറ്റവും ജീർണിച്ച അവസ്ഥയിലാണ് ഉള്ളത്. നമുക്കറിയാലോ, ഒരു സമയത്ത് തോമസ് ഐസക്കും G സുധാകരനുമാണ് ഒരു രണ്ട് ഗ്രൂപ്പായിരുന്നു. G സുധാകരൻ വളരെ പ്രബലനായിരുന്നു.
ജി സുധാകരൻ എങ്ങോട്ട് മാറുന്നുവോ അങ്ങോട്ട് മാറാൻ ആലപ്പുഴ തയ്യാറായിരുന്നു ഒരു കാലത്ത്. ഒരു സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പോവുകയും ഈ പറയുന്ന സംവിധാനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇത് കൂട്ടിച്ചേർത്ത് വായിക്കണം. ഇത് ഏറ്റവും ആദ്യമേ തന്നെ ഗോവിന്ദൻ മാഷ് വന്ന് ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ പോലും VP ചിത്തരഞ്ജനും എച്ച് സലാമും ഒക്കെ അതിനെ എതിർത്തിരുന്നു. ഓക്കെ, കാരണം വോട്ട് കിട്ടണമെങ്കിൽ പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടി പറഞ്ഞ കേട്ടിട്ട് മാത്രം കാര്യമില്ല, വെള്ളാപ്പള്ളിയുടെ അച്ഛനെ കൂടി കയ്യിലെടുത്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതില് ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും 2-3 ദിവസം കൂടിയിരുന്ന് ആലോചിച്ച് സെക്രട്ടേറിയറ്റും ഒക്കെ ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു രേഖയും കാര്യങ്ങളും ഒക്കെ ഇവിടെ വരുമ്പോൾ ഇവര് എന്ത് ചെയ്യാണ്, അതിനെ മാറ്റി പറയാണ് ചെയ്യുന്നത് ഒരർത്ഥത്തിൽ. ഓക്കെ, പറഞ്ഞേക്കണത് ന്യായപരമായി നോക്കിയാൽ നമുക്ക് തെറ്റൊന്നും കണ്ടുപിടിക്കാം. സാർ, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ SNDP യോഗത്തിൽ ഒരുപാട് RSS അനുഭാവികളുണ്ട്. SNDP യോഗത്തിൽ എനിക്കറിയാവുന്നുള്ളത് തന്നെ ഞങ്ങളുടെ നാട്ടിൽ RSSകാർ BJP അനുഭാവികൾ ഒരുപാടുണ്ട്. അത് ഇവർ വൈകിയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ RSS അനുഭാവികളുണ്ട് എന്നുള്ളത് ഇപ്പൊ പുതുമയുള്ള ഒരു കാര്യമാണ്. 5% വോട്ടുണ്ടായതിൽ നിന്ന് ഇപ്പൊ തൃശ്ശൂർ നമുക്കെടുക്കാം ഒരു ഇതായിട്ട്. 5% വോട്ടുണ്ടായതിൽ നിന്ന് നിങ്ങൾക്ക് 15% വോട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എല്ലാ മേഖലകളിലേക്കും എത്തിക്കഴിഞ്ഞു എന്നാണ്. നിങ്ങൾ നേരത്തെ ഇപ്പൊ ഞാൻ തൃശ്ശൂർ TN പ്രതാപനോട് ചോദിച്ചിട്ടുണ്ട്. അതായത് 44% വോട്ട് കോൺഗ്രസിന് ഉണ്ടായതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് 39% വോട്ടിലേക്ക് എത്തിയത്? 5% വോട്ട് കുറഞ്ഞു. അതേ സമയം തന്നെ അവിടെ ശരിക്കും ശ്രീശൻ മത്സരിക്കുമ്പോൾ ആദ്യം 2014 നിന്ന് 19 വരുമ്പോൾ 11%. നേരത്തെ 5.25% ഉണ്ടായത് 15%. പിന്നെ ഒറ്റടിക്ക് അത് 28% മാറുകയാണ്. ഇത് തന്നെയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ആറ്റിങ്ങലിലും ഈ പറയുന്ന ആലപ്പുഴയിൽ സംഭവിച്ചിട്ടുള്ളത്. രണ്ടും ഈഴവ് വോട്ട് ബാങ്കുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന RSSനും അല്ലെങ്കിൽ സംഘപരിവാറിനും BJPക്കും ഒക്കെ അവരുടെ ഇടക്ക് പോലും വളർച്ച. അല്ലാതെ ആളുകൾ എവിടെ അന്റാർട്ടിക്കെന്ന് വരും. SNDPയിലും അല്ല, ആദ്യം അവര് CPM കാണാതിരുന്ന കാര്യം എന്ന് വെച്ചാൽ നായർ കമ്മ്യൂണിറ്റിയിൽ ആദ്യം അവർ പിടിമുറുക്കി. അതിനുശേഷം അതൊക്കെ ഈ പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിലേക്കും ഈഴവ കമ്മ്യൂണിറ്റിയിലെ കുറച്ചുകൂടി ഒരു പണമുള്ള എബോവ് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളിലേക്കൊക്കെ അവർ നേരത്തെ തന്നെ പിടിമുറുക്കി. അപ്പൊ ഇത് കാണാതിരുന്ന് ഇപ്പൊ മാത്രം കരഞ്ഞിട്ട് കാര്യം അല്ല സാർ. അതിനകത്ത് വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിനുള്ള സാഹചര്യം ഒരുക്കിയത് എന്താണ്? സാഹചര്യം ഒരുക്കിയത് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഫാസിസ്റ്റ് നടപടികളും തീർച്ചയായിട്ടും മോശമായിട്ടുള്ള ആലപ്പുഴയിൽ തന്നെ മുസ്ലിം പിന്നെ നമ്മളെ ഈ PFA പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാര് പകൽ പിന്നെ CPM രാത്രി PFAക്കാരുമാണെന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഇപ്പൊ അവിടെ വളരെയധികം ആൾക്കാരുണ്ട്. കപ്പം കൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന അതുപോലെ തന്നെ ചിത്തരഞ്ജനൊക്കെ വിജയിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതേ ആലപ്പുഴയിലാണ് ശരിക്കും MLA-മാരൊക്കെ തന്നെ നിർബന്ധിച്ചിട്ടാണ് കളക്ടർ അവിടെ ആ റാലിക്ക് പെർമിഷൻ കൊടുത്തത്. ഏത് അരിയും മലരും കുന്തിരിക്കോ ഒക്കെ കരുതി വെച്ചോടാന്ന് പറഞ്ഞു. അതൊക്കെ തന്നെ ഈ പറയുന്ന ഇപ്പോഴും അവിടെ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തനം വളരെ കൃത്യമാണ്, മനസ്സിലായ. അപ്പൊ അതില് പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അത് പാർട്ടിക്കകത്തേക്ക് പോലും ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത് നമ്മൾ ഇതൊക്കെ നേരത്തെ സംസാരിച്ചാണ്. ഇത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം ഇതിന്. പക്ഷേ സാർ, ഇതിനകത്ത് ഈ ഗോവിന്ദൻ മാസ്റ്റർ പിന്നെ ഒരിക്കലും നേരത്തെ നമ്മൾ കോടിയേരി നമ്മളെ പാർട്ടി സെക്രട്ടറി കണ്ട അദ്ദേഹം ഒരിക്കലും വെള്ളാപ്പള്ളിക്ക് ഒരു ഡയറക്റ്റ് അറ്റാക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഗോവിന്ദൻ മാസ്റ്റർ ഒന്നും അറിയാത്ത ഒരാളെ പോലെയാണ് കയറി പിന്നെ വെള്ളാപ്പള്ളി നടേശനെ അറ്റാക്ക് ചെയ്തില്ല. ഗോവിന്ദൻ മാഷ് വെള്ളാപ്പള്ളിയുടെ സ്ട്രെങ്ത് അറിയാതെ അല്ല, ഇത് ഗോവിന്ദൻ മാഷ് എന്നുള്ളത് നമ്മളൊരു വ്യക്തിപരമായി മാത്രം കാണണ്ട. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ പറയേണ്ട സ്ഥലത്ത് കൃത്യമായി വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം അതിനൊരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പകരം ഗോവിന്ദ മാഷ് ആകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ മൈക്കുകാരനെ പഠിപ്പിക്കുക, മൈക്കിന്റെ മറ്റേ ചെറിയ സാധനം മതി വലിയ സൗണ്ട് ഉണ്ടാകുന്ന പഠിപ്പിക്കുന്ന, ഞാൻ എല്ലാത്തിനേക്കാളും ഭയങ്കര അറിവുണ്ടെന്നൊക്കെ പഠിപ്പിക്കാൻ നോക്കിയതാ വിവരക്കേടുണ്ട്. ആ വിവരക്കേടാണ് ഇതിനകത്ത് ബാധകമായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളിപ്പോ കോടിയേരി ബാലകൃഷ്ണൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അടുത്തേക്ക് വരില്ല. കാരണം അദ്ദേഹത്തിന് മറ്റ് ഘടകകക്ഷികളൊക്കെ ആയിട്ട് തന്നെ നല്ല ബന്ധം. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു നയതന്ത്രജ്ഞതയൊന്നും ഗോവിന്ദ മാഷില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ഇതൊന്നുമല്ല, അടിസ്ഥാന പ്രശ്നം എന്താണ്? പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഭരണവും നശിച്ചത് കൊണ്ടാണ് ആളുകൾ മറ്റു പാർട്ടികൾ തേടി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീണനവും ആവശ്യമില്ലാത്ത അത് വലിയൊരു ഘടകമാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഘടകം. അതുകൊണ്ടാണ് SNDP എന്നല്ല, നായർ സമുദായത്തിലല്ല, ഈ ഭരണവും പാർട്ടിയുടെ നാശവും അതുപോലെ തന്നെ ജീർണതയും അതുപോലെ തന്നെ പ്രീണനവും, ഇത് രണ്ടും ആളുകളിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അസംതൃപ്തി
പലപ്പോഴും ഹിന്ദുക്കളുടെ മനസ്സിലാക്കിയിട്ടില്ല. മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഈഴവ വിഭാഗവും OBC വിഭാഗവും SC ST വിഭാഗവും ഒക്കെ CPM-ന്റെ കൂടെ നിന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ കൂടെ നിന്നത് ഭൂപരിഷ്കരണം നടപ്പാക്കിയപ്പോൾ, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തപ്പോൾ, ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ CPM നേതാക്കൾ വഹിച്ചിട്ടുള്ള ഒരുപാട് വലിയ പങ്കുണ്ട്. ആ പങ്ക് കൊണ്ടാണ് ഞങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അങ്ങനെ അനുഭവിച്ച് കിട്ടിയ ഒരു തലമുറ മാറി, 25 കൊല്ലം കഴിയുമ്പോൾ ഒരു തലമുറ മാറുന്നു എന്നാണ്. അങ്ങനെ തലമുറ മാറി രണ്ടാമത്തെ തലമുറയിലേക്കൊക്കെ വരുമ്പോൾ, മൂന്നാമത്തെ തലമുറയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തലമുറ മാറ്റം ചിന്തിച്ചു. ആ പുതിയ തലമുറയെ സംബന്ധിച്ച് എന്താണ്, അവരിപ്പോ നടക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. അല്ലാതെ പണ്ട് ഞങ്ങൾക്ക് ഇത് നേടിത്തന്നിട്ടുണ്ട് എന്നുള്ളത് കാണുന്നില്ല. മനസ്സിലായോ? ഇപ്പൊ പോലും ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്? കോൺഗ്രസ് എന്ന് പറയുന്ന വികാരത്തിന്റെ ലെവൽ കുറയാണ്. കാരണം എന്താണ്? സ്വാതന്ത്ര്യം നേടിത്തുന്നത് കോൺഗ്രസ് ആണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് പുതിയ തലമുറകൾ എന്ത് ചെയ്തു പോയി? 4-5 തലമുറകൾ, 2-3 തലമുറകൾ കഴിയുമ്പോൾ അതിലെ ഒരു തീഷ്ണതക്ക് കുറവ് വരും. അപ്പൊ അങ്ങനെ കുറവ് വന്ന പോലെ ഇവിടെ കുറവ് വന്നിട്ടുണ്ടെന്നും ഞങ്ങൾ പുതിയ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തേണ്ടതുണ്ടെന്ന് നോക്കാൻ CPM-ന് തോന്നിയില്ല. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അല്ല സാർ, ഇതിനകത്ത് വേറൊരു സംഗതി കൂടെയുണ്ട്. SNDP എന്ന് പറയുന്ന സമുദായം അവരുടെ ഇപ്പോഴല്ല CPM മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ പറയേണ്ടത് SNDP-ക്കാർ പണ്ടേ തന്നെ ഇടത് അനുഭാവികൾ അല്ലെന്ന്. ഈ 5 ഞാൻ ചോദിക്കുന്നത് 2014 വരെ ഈ പറയുന്ന 5% വോട്ടുണ്ടാവുമ്പോൾ 2019 അത് 10%, 12%-ലേക്ക് എത്തുമ്പോൾ അറിയാൻ പാടില്ല. അതുവരെ അവർ അറിഞ്ഞില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് അവർക്ക് ചെയ്തോളും, അടിമകളെ പോലെ കിടന്നോളും എന്നൊക്കെയാണ് പ്രശ്നം. എന്നും ഇതങ്ങോട്ട് ഉണ്ടാവും. ഒരു കാര്യം കൂടി പറയാം. സത്യത്തിൽ ഈ വളർച്ചയെ തടസ്സപ്പെടുത്തിയത് ആരാന്നറിയും? ഈ വളർച്ച ശരിക്കും പറഞ്ഞാൽ CPM-ൽ നിന്നുള്ള വലിയൊരു ഇറോഷൻ, ഒരു മണ്ണൊലിപ്പിക്കോടെ ഉണ്ടായ BJP-യിലേക്ക്. അതിനെ സത്യത്തിൽ തടസ്സപ്പെടുത്തിയതെന്ന് വെച്ചാൽ BJP-യുടെ കേരള നേതാക്കന്മാരാണ്. തീർച്ചയായിട്ടും മനസ്സിലായ? കേരള നേതാക്കന്മാർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ആവുന്ന വിധത്തിൽ ഇത് കാരണം ഇപ്പൊ റിപ്പോർട്ടർ ചാനലിൽ ഒരു സർവേ നടന്നു. അതുപോലെ തന്നെ സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള 2 ടീമിന്റെ സർവേ നടന്നു. ഞാനിപ്പോ അതൊക്കെ ചെറിയ കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ് ഞാൻ പറയുന്നതല്ലോ. അപ്പൊ അത് കോൺഗ്രസിന്റെ. അപ്പൊ ആ സർവേകളിലൊക്കെ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ ഏതാണ്ട് ഇപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ സർവേയിൽ 34% ആളുകൾ മോദി പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അത് തന്നെ ഇവിടെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സർവേയിൽ പോലും മോദിക്ക് അത്തരത്തിലുള്ള ഒരു പ്രഭാവമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. സത്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് പോലും അത്രത്തോളം ലെവലിലേക്കുള്ള ഒരു കേരളത്തിൽ പോലും ഉണ്ടായില്ല. അപ്പൊ അത് എന്നിട്ടും പക്ഷെ എന്തുകൊണ്ട് ആളുകൾ BJP-ക്ക് വോട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കേരളത്തിലെ BJP നേതാക്കന്മാരാണ്. മനസ്സിലായ? സത്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ K. സുരേന്ദ്രനൊക്കെ കുറച്ചുകൂടി മിടുക്കനാണ്. ഇപ്പൊ അയാളുടെ ഒരു 100 hours ക്വസ്റ്റ്യൻ, 100 ചോദ്യങ്ങൾക്ക് അദ്ദേഹം 24 ന്യൂസിലൊക്കെ മറുപടി പറയുന്നത് ഞാൻ കേട്ടു ഒരു പ്രോഗ്രാമിൽ. അത് ഗംഭീരമായിട്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. പക്ഷെ എങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന ചില അബദ്ധങ്ങൾ പറഞ്ഞു വെച്ചതും ബാക്കിയുള്ളതൊക്കെ കൃത്യമായി പ്രചരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നതുകൊണ്ടാണ് ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകുന്നത്. ഒന്ന്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഇതിനകത്തുള്ള അടി മാറിയിട്ട് നിലത്തേക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് ഇവര് ഒരു രാഷ്ട്രീയപരമായ സമരവും ഏറ്റെടുത്തിട്ടില്ലല്ലോ. ഇപ്പൊ BJP ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏറ്റെടുക്കുന്നില്ല. സത്യത്തിൽ അവരാണ് ഈ മണ്ണൊലിപ്പിനെ എന്ത് ചെയ്തത്, കുറെയെങ്കിലും തടഞ്ഞ് നിർത്തിയത്. അതിന് ശരിക്കും CPM കേന്ദ്ര കമ്മിറ്റി കൂടി പ്രമേയം പാസ്സാക്കേണ്ടതാണ് കേരളത്തിലെ. നന്ദി ഇവരോടാണ് പ്രകടിപ്പിക്കേണ്ടത്. എന്തായാലും ഇപ്പൊ നമ്മൾ ഈ ചർച്ചയിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ ഇരുത്തിക്കൊണ്ടാണ് ജില്ലാ കമ്മിറ്റി. അല്ല, അയ്യപ്പദാസിന് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് എന്ന് പറഞ്ഞാൽ. ഇത് ഈ പറയുന്ന ഇതിൽ ഹെഡിങ് കൊടുത്തേക്കണ വാക്ക് തന്നെ ഞാൻ അറിഞ്ഞത് പ്രകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SNDP യോഗത്തിന് മേൽ കുതിര കയറണ്ടെന്ന് പറഞ്ഞ വാക്ക്, ആ ബ്ലൂവിൽ അടിച്ചേക്കണ വാക്ക് പറഞ്ഞിട്ടുള്ളത് തോമസ് ഐസക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായിയുടെ മുഖത്തേക്ക് പറയാൻ നേരമില്ല, അല്ലെങ്കിൽ ധൈര്യമില്ല. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും പറയേണ്ടത് വെച്ചിട്ടാണ് പാവ തോമസ് ഐസക്. എന്തായാലും വൈകി വന്ന വിവേകം അറിഞ്ഞ് അത് പറഞ്ഞതിൽ നമുക്ക് സന്തോഷിക്കാം.